8, 9, 10, 15, 16 ഇങ്ങനെ 5 ലോകസഭകളിലാണ് 22 വർഷക്കാലം ഒരു പാർലമെൻറ്റ് അംഗമായി എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. എൻ്റെ മനസ്സിൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്നത് 16ാം ലോക്സഭയാണ്, 2014 മുതൽ 2019 വരെ. അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, ഞാൻ ആദ്യമായി ലോക്സഭയിൽ 1984 8ാം ലോക്സഭയിൽ എത്തുമ്പോൾ അന്ന് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമാണ്. എനിക്കന്ന് 38 വയസ്സാണുള്ളത്. ഈ 8ാം ലോക്സഭയിൽ ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ പാർലമെൻറ്റിൽ എത്തിയതെങ്കിൽ, ഞാൻ 2014 16ാം ലോക്സഭയിൽ എത്തുമ്പോൾ പാർലമെൻറ്റ് ലൈഫിനെ കുറിച്ച് തന്നെ, അതിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് തന്നെ എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2009 മുതൽ 2014 വരെയുള്ള 15ാം ലോക്സഭയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ ഗവൺമെൻറ്റിലെ അംഗമാണ് ഞാൻ. അപ്പോൾ 8ാം ലോക്സഭയിലും അതുപോലെ തന്നെ 15ാം ലോക്സഭയിലും അധികാരത്തിൻ്റെ തണലിലായിരുന്നു ഞാനെങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി 9ാം ലോക്സഭയിലും 10ാം ലോക്സഭയിലും പ്രതിപക്ഷത്തായിരുന്നു. അതോടൊപ്പം 16ാം ലോക്സഭയിലെത്തുമ്പോൾ ഒരു പ്രതിപക്ഷ കക്ഷിയായിരിക്കാൻ പോലുമുള്ള സ്ട്രെങ്ത് കോൺഗ്രസ് ഉണ്ടായില്ല. അന്നാണ് ഞാൻ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഉത്തരവാദിത്വം കണ്ടത്. അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവും പ്രതിപക്ഷ നേതാവും. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയില്ല. കാരണം കോൺഗ്രസ്സിന് ഒരു പ്രതിപക്ഷ നേതൃത്വത്തിൽ എത്താൻ കഴിയുന്ന 82 പേരുണ്ടായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് സോണിയാഗാന്ധിയായിരുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന ആ കാലഘട്ടം, മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ഒരു സന്ദർഭം, ആദ്യ സന്ദർഭം, ഇത് രാഷ്ട്രീയ ജീവിതത്തിലെ പലതിൻ്റെയും തുടക്കമായിരുന്നു. പാർലമെൻറ്റ് കൂടി ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ പല കമ്മിറ്റികളിലേക്കും അംഗങ്ങളെയും ചെയർമാന്മാരെയും വെച്ചു. എന്നെ ആദ്യം വെച്ചത് ഹൗസിംഗ് കമ്മിറ്റിയിലെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ്. എന്നെ അങ്ങനെ വെച്ചതിന് ശേഷം സോണിയാഗാന്ധി എന്നെ ടെൻജൻപത്തിലേക്ക് വിളിച്ചു. സോണിയാജി പറഞ്ഞത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. ഒന്ന്, 24 അക്ബർ റോഡിലെ നമ്മുടെ പാർട്ടി ഓഫീസ് സംരക്ഷിക്കപ്പെടണം, അതൊരു MP-യുടെ പേരിലാണ്. 2, നമ്മുടെ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാർക്കും അവർക്ക് ഉചിതമായ പാർപ്പിടങ്ങൾ ഉണ്ടാവണം. സോണിയാജി ടെൻജൻപത്ത് പോലും സംരക്ഷിക്കപ്പെടണം, രാഹുലിൻ്റെ വീട് സംരക്ഷിക്കപ്പെടണം. ആ ജോലിയാണ് ഞാൻ വളരെ കൃത്യമായി ചെയ്യാൻ തുടങ്ങിയത്. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ BJP-യുടെ ഒരു സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തെ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വലിയ കുഴപ്പമില്ലാതെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയും. ഇത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും സുപ്രധാനമായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വരുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് PAC-യുടെ ചെയർമാനായി സോണിയാഗാന്ധി എൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. അത് പ്രതിപക്ഷത്തിനുള്ള ഒരു മഹത്തായ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പലപ്പോഴും പാർലമെൻറ്റിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോസ്റ്റാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പോസ്റ്റ്. ഇന്ന് KC വേണുഗോപാൽ, അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അത് വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി. ഞാൻ 2014 മുതൽ 2017 വരെ 3 പ്രാവശ്യം PAC-യുടെ ചെയർമാനായി. പിന്നീട് അത് കൊടുത്തത് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ്. ഖാർഗെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് നല്ല ഓഫീസില്ല. PAC-യുടെ ചെയർമാന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തൊട്ട് മുകളിൽ വളരെ വിസ്താരമായ ഒരു ഓഫീസുണ്ട്, നല്ല സ്റ്റാഫുണ്ട്, സൗകര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ ഖാർഗെയ്ക്ക് വേണ്ടി ഇത് ഒഴിഞ്ഞു കൊടുക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ബാങ്കുകളുടെ NPA-യെക്കുറിച്ച്, നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കമ്മിറ്റിയുടെ മുമ്പിൽ വരികയും അതിൽ ശക്തമായ നടപടിയെടുക്കുകയും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നോട്ട് റദ്ദാക്കിക്കൊണ്ടുള്ള ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയെ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ കൊണ്ടുവരും എന്നാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ റിസർവ് ബാങ്ക് ഗവർണറെ അദ്ദേഹത്തെ കൊണ്ടുവന്നു, അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. വളരെ ശ്രദ്ധേയമായ ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിൽ തന്നെയാണ് പാർട്ടിക്കകത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ എനിക്കെതിരായുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. എനിക്കതൊരു പരിഭവം അന്നുമില്ല ഇന്നുമില്ല. കാരണം രാഷ്ട്രീയത്തിൽ ഇത് സ്വാഭാവികമാണ്. നമ്മൾ ചതിക്കുഴിയിൽ വീഴാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ ജോലിയാണ്. വീണാൽ അത് അനുഭവിച്ചേ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. ഞാൻ PSC സ്ഥാനം ഒഴിഞ്ഞു. തൊട്ട് മുമ്പ് എറണാകുളത്ത് മാനേജേഴ്സ് അസോസിയേഷൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, IMA, ഇന്ത്യൻ മാനേജേഴ്സ് അസോസിയേഷൻ. അതിൽ കേന്ദ്ര കൊമേഴ്സ് മിനിസ്റ്റർ പൈയും ഞാനുമാണ് പങ്കെടുത്തത്. പൈ ഓൺലൈനായിട്ടും
ഞാൻ നേരിട്ടു. ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് എക്സ്പെർട്സാണ്. പയ്യെ ഗവൺമെൻറ് നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഡിമോണിറ്റൈസേഷനെക്കുറിച്ച് പറഞ്ഞു, GST കൊണ്ടുവന്നതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വലിയ മാറ്റങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ അവകാശവാദത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അവർ പ്രൈം മിനിസ്റ്റർ ഈസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ ബട്ട് ഗുഡ് മാനേജർ. ഇതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയല്ല, പക്ഷേ തെറ്റായ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുന്നതിൽ മിടുക്കനാണ്. അതുകൊണ്ടാണ് GST കൊണ്ടുവന്നു. GST നടപ്പിലാക്കിയത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, ജനങ്ങൾ നെട്ടോട്ടമോടി. അവസാനം അത് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നതിൻ്റെ ഒരു ഗുണവും കിട്ടിയില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് കള്ളപ്പണം പുറത്തു കൊണ്ടുവരും, രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് നടപടിയുണ്ടാകും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഡിമോണിറ്റൈസ് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. അതുപോലെ GST കൊണ്ടുവന്നു. ലോകത്തിലെല്ലാം 2 തട്ടിലുള്ള GST ആണ്. അന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന 6 തട്ടിലുള്ള GST 2 മുതൽ 12% വരെ. അത് തെറ്റായ തീരുമാനമായിരുന്നു. പക്ഷേ ഇങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തെങ്കിലും പ്രധാനമന്ത്രി ഇത് മാനേജ് ചെയ്തു. ഈസ് എ ഗുഡ് മാനേജർ. എങ്ങനെയാണ് തെറ്റ് പറ്റിയാൽ പോലും ഒരു നല്ല മാനേജർക്ക് അത് തിരുത്താൻ കഴിയും എന്നൊരു ചോദ്യമാണ് ഞാൻ ആ മാനേജ്മെൻറ്റ് എക്സ്പെർട്സിൻ്റെ കൈ കൊടുത്തത്. അന്ന് പത്രപ്രവർത്തകരൊന്നും ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല, അവർ വിളിച്ചിരുന്നില്ല. വാർത്ത IMA തന്നെ കൊടുത്തത്. പക്ഷേ പിറ്റേ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രമായ മലയാള മനോരമയിൽ 2 വാർത്തകൾ വന്നു. ഒന്ന് IMA കൊടുത്ത വാർത്ത, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ അല്ല, അദ്ദേഹം നല്ലൊരു മാനേജറാണ് എന്ന് കൊടുത്തൊരു വാർത്തയും, അതേ പത്രത്തിൽ തന്നെ നരേന്ദ്രമോദി നല്ല പ്രധാനമന്ത്രി എന്ന് ഹെഡ്ലൈനിൻ്റെ വാർത്തയും വന്നു. അതിനാണ് പിന്നീട് പ്രാധാന്യം കിട്ടിയത്. അന്ന് എൻ്റെ സഹപ്രവർത്തകരായ VD സതീശനും ബെന്നി ബെഹനാനും എനിക്ക് ഷോക്കോസ് നൽകണം ഇതിൻ്റെ പേരിലെന്ന് അന്നത്തെ KPC പ്രസിഡന്റ് MM ഹസനോട് പറഞ്ഞു. അത് പത്രത്തിൽ വന്ന വാർത്തകളായിട്ട്. ഹസൻ എന്നെ വിളിച്ചു ചോദിച്ചു, എന്താ മാഷേ സംഭവം? ഞാൻ പറഞ്ഞത് അവർ പ്രൈം മിനിസ്റ്റർ ഈസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ ബട്ട് ഗുഡ് മാനേജർ. അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയല്ല, പക്ഷെ തെറ്റ് ചെയ്തിട്ട് ഭംഗിയായി തിരുത്തി പോകുന്നയാളാണ്, മാനേജ് ചെയ്തു പോകുന്നയാളാണ്. എന്നാൽ അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം തർജ്ജമ ചെയ്തത് ഡൽഹിയിൽ കൊടുത്തു. അത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. സോണിയാജിക്കും രാഹുലിനും ഞാനന്ന് നോട്ട് കൊടുത്തയച്ചു, കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നീട് സോണിയാജിയെ കണ്ടപ്പോൾ ഞാനുള്ള കാര്യം പറഞ്ഞു. സോണിയാജി എന്നോട് മറ്റൊന്നും തിരിച്ചു പറഞ്ഞില്ല. പക്ഷെ രാഹുൽ ഗാന്ധി എനിക്കെതിരായി തുടങ്ങിയ പരിഭവങ്ങളും പിണക്കങ്ങളും അന്നു മുതൽ ആരംഭിക്കുകയാണ്. പിന്നീട് എന്നെ കണ്ടാൽ മിണ്ടത്തില്ല, ഒന്നിച്ച് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വരെ വന്നിട്ട് അത് തിരിച്ചു പോകും. അങ്ങനെ എനിക്കെതിരായിട്ടുള്ള ഒരു പടയോട്ടത്തിൽ, കേരളത്തിൽ എൻ്റെ സഹപ്രവർത്തകരുടെ പടയോട്ടത്തിൽ ഒരു ആയുധമായി അവർ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നതാണ് ഞാൻ കണ്ടത്. എങ്കിലും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, എന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കും. കാരണം ഞാൻ വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്നൊരാളാണ്. അപ്പോൾ എന്നെ മാറ്റേണ്ട യാതൊരു കാര്യമില്ല. മാത്രമല്ല, എന്നെപ്പോലെ 5 പ്രാവശ്യവും അതിൽ കൂടുതലും വിജയിച്ച കോൺഗ്രസ് നേതാക്കന്മാർക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട്. എന്നേക്കാൾ പ്രായമുള്ളവർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെയുള്ള KPC സുധാകരൻ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ സീറ്റ് കൊടുത്തു. അവരെന്നേക്കാൾ കൂടുതൽ ജയിച്ചവരും എന്നേക്കാൾ പ്രായമുള്ളവരുമാണ്. പക്ഷെ സംഭവിച്ചത് എന്നോട് പറയാതെ ഞാൻ TV-യിലൂടെയാണ് എനിക്ക് സീറ്റില്ല എന്നറിയുന്നത്. ദിവസം സോണിയാഗാന്ധി എന്നെ വിളിപ്പിച്ചു. ഞാൻ പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് ദുഃഖമുണ്ട്, എന്നോട് പറയാമായിരുന്നു, പരിഹാരമുണ്ടാക്കാം. പക്ഷേ പരിഹാരമുണ്ടായില്ല. തുടർന്ന് ഘട്ടം ഘട്ടമായി എന്നെ പാർട്ടിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് 16ാം ലോകസഭ എനിക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ 14 മുതൽ 19 വരെ പാർലമെൻറ്റ് അംഗമായി. 19-ന് ശേഷം എൻ്റെ പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെട്ടു. പിന്നീട് എൻ്റെ ഒരു പാർലമെൻ്ററി ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും പാർട്ടിയിൽ തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തു. തുടർന്ന് നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദിത്തം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ KPC പ്രസ്ഥാനത്ത് നിന്ന് മാറ്റി. കഷ്ടിച്ച് 3 മാസക്കാലം KPC ഉപാധ്യക്ഷനെന്ന് എന്നെയും മാറ്റി. അതിൻ്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചിരുന്നില്ല. എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പലരും പറഞ്ഞ മാസം പ്രൊഫസർ മാഡത്തിൻ്റെ ആളില്ലേ, സോണിയാജിൻ്റെ ആളില്ലേ, മാഡം കണ്ടുപിടിക്കും. അങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ സാവധാനത്തിൽ ഞാൻ അകന്നു പോവുകയും 2022 ഡിസംബർ മാസത്തോടുകൂടി ഇടത് ഗവൺമെൻറ്റിൻ്റെ
ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി എന്നെ നിയമിക്കുകയും ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷെ അന്നും എന്നെ CPM-ൽ അംഗമാകാൻ ആരും നിർബന്ധിച്ചില്ല. ഇന്നും ഞാൻ CPM-ൻ്റെ ഒരു അംഗമല്ല. ഞാൻ അന്നും പറഞ്ഞു, ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്. നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ എന്നും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും എൻ്റെ മനസ്സിൽ നെഹ്റു എന്ന വലിയ മനുഷ്യനെ ഞാൻ മുമ്പിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹം ഇന്ത്യ വളർത്തിയെടുത്ത മേഖലകളും എൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഡൽഹിയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്.